പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു പ്രധാന വാർത്ത വരുന്നു. ഹൈക്കോടതിക്ക് മുന്നിൽ ആത്മഹത്യാശ്രമം. ദമ്പതികളാണ് ആത്മഹത്യാശ്രമം നടത്തിയിരിക്കുന്നത്. ആംബുലൻസ് ഡ്രൈവർ വിനുവും ഭാര്യ ബിൻസിയുമാണ് വിഷം കഴിച്ചപ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരിക്കുന്നത്. പോലീസ് എത്തി ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പെൺസുഹൃത്തിന്റെ പരാതിയിൽ വിനുവിനെതിരെ ആലുവ പോലീസ് പീഡന കേസ് എടുത്തിരുന്നു. കള്ളക്കേസാണ് എന്നാരോപിച്ചാണ് ഇപ്പോൾ ആത്മഹത്യാശ്രമം നടത്തിയിരിക്കുന്നത്. ജഡ്ജിക്കെതിരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ കത്തെഴുതി വെച്ചാണ് ആത്മഹത്യാശ്രമം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത് ശരൺ? അവരുടെ നില എങ്ങനെയുണ്ട് ഇപ്പോൾ? ശരൺ, ഈ രണ്ടുപേരുടെയും നില എങ്ങനെയുണ്ട് ഇപ്പോൾ? അരുൺകുമാർ, ഇരുവരും അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ആംബുലൻസ് ഡ്രൈവറാണ് വിനു ഭാര്യയായ ബിൻസിക്കൊപ്പം എത്തിയാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. വിഷം കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു. ആംബുലൻസിൽ തന്നെ വിഷം കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ രണ്ടുപേരെയും പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നേരത്തെ ഇയാൾക്കെതിരെ, ഈ വിനുവിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ആലുവ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അത് വിനുവിന്റെ പെൺസുഹൃത്ത് നൽകിയ പരാതിയിലാണ് ഈ കേസ് എടുത്തിരുന്നത്. അതിന് പിന്നാലെ വിനു മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയോ അങ്ങനെ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ഹാജരായതിനു പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ആരോപണവുമായിട്ട് വിനു രംഗത്തെത്തിയിരിക്കുന്നത്. വിനു ആരോപിക്കുന്നത് ജഡ്ജിയും പോലീസും ഒക്കെ ചേർന്ന് തന്നെ കള്ളക്കേസിൽ കൊടുക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെ ആലുവ സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരും ജഡ്ജിയുടെ പേരും അടക്കം പരാമർശിക്കുന്ന ഒരു കത്ത് കൂടി എഴുതി വെച്ചാണ് ഈ ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്.